പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ എല്ലാ ഞായറാഴ്ചയും 24 സ്റ്റാർ അവതാരകരുമായി സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് അവതാര പുലികൾ. വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് 9 മണിക്ക് അവസാനിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ പരിപാടി തുടരുകയാണ്. മണിയുടെ മീഡിയ സിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് 12K വിസ്താരയുടെ സാങ്കേതിക സാധ്യതയോടെയാണ് ഈ പരിപാടി നിങ്ങളുടെ മൊബൈൽ ഫോണിലും സ്വീകരണ മുറികളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഒരുപാട് പ്രേക്ഷകർ പങ്കുചേരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ 24ൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീനിൽ കാണിക്കാം. ഒരുപാട് ആയിരക്കണക്കിന് പ്രേക്ഷകർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഇത് വായിച്ച് സായുജ്യമടയും, അല്ലേ? അതല്ലേ വിജയകുമാർ? സായുജ്യമടയാൻ എളുപ്പ വഴിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ന്യൂസ് റൂം ചാറ്റിലേക്ക്. നമുക്കിനി ഒരു വീഡിയോ കാണാം. ന്യൂസ് റൂമിൽ നടന്ന ഒരു വീഡിയോ. ഓക്കെ, അതെ. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല. തികച്ചും, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഇവിടെ നിൽക്കുന്ന ഒരു അവതാരകന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യമാണിത്. നിങ്ങളെ ഒരു അവതാരകനായിട്ട് പോലും പരിഗണിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ തീർച്ചയായിട്ടും കഴമ്പുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആരാണ് ഈ അവതാരകൻ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ആള് ചില്ലറക്കാരനല്ല. ഈസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഓഫ് 24. മിസ്റ്റർ ഗോപികൃഷ്ണൻ, സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനായി നിങ്ങളെ കരുതാനേ കഴിയില്ല. അപ്പൊ എന്തായാലും മീഡിയ TV ചാനലിനോട് നമുക്ക് കടപ്പാടുണ്ട് ഇക്കാര്യത്തിൽ. ഗോപികൃഷ്ണൻ എങ്ങനെയുണ്ടായിരുന്നു? മാത്രമല്ല, ഒരു അപാരമായ ഒരു സിദ്ധി ഞാൻ മനസ്സിലാക്കുന്നു. കിട്ടിലേക്ക് തെറി അദ്ദേഹം ഒരു ഭാവവ്യത്യാസമില്ലാതെ വേറെ ആരെ കുറിച്ച് പറയുന്നില്ല. കേട്ടിരുന്നു. എനിക്ക് ഈ വീഡിയോയെ പറ്റി ഒരു പരാതിയുണ്ട്. പരാതി എന്താണ്? അത് ഇതിന്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. കഴിഞ്ഞിട്ട് VS പറയുന്നു, ഞാൻ നേരത്തെ താങ്കൾ ഈ രീതിയിൽ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ താങ്കളോട് നിർവ്യാജം ഖേദിക്കുന്നു. നിർവ്യാജം ഖേദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ അങ്ങനെ പറയേണ്ടി പറഞ്ഞു. അത് ടെലികാസ്റ്റ് ചെയ്താണ്. യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണനോട് ആക്രമിച്ച് കയറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ വാക്കുകൾ, മാത്രമല്ല ശോഭത്തിന്റെ സ്ഫുരണം, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. എന്താ തോന്നിയത്? ഇതുപോലെ ഞാൻ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ആ ചോദ്യവുമായി പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതിന് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ പ്രൊഡ്യൂസർ ഭയങ്കരമായിട്ട് വേവലാതിപ്പെട്ടു. അത് കണ്ടിട്ട് ഇത് പ്രശ്നമാകുമെന്ന് കരുതി. ഒന്നുമില്ല, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. വീണ്ടും അതിന്റെ അടുത്ത ചോദ്യങ്ങളിലേക്കും കടന്നു. അപ്പൊ ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ. അതിനിടയ്ക്ക് ഗോപി അന്ന് ജോലി ചെയ്ത മീഡിയ കൊണ്ട് എഡിറ്റർ ഇടപെട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് VS ഒന്ന് അനുനയിച്ചത് എന്ന് പ്രചരിക്കുന്നത്. സത്യമാണെങ്കിൽ ഇപ്പൊ സത്യം അല്ല, സത്യമല്ല. അതെന്ന് വെച്ചാൽ അതൊരു കഥ ഇറങ്ങിയതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്ത ആള് ഇവിടെ വെച്ചിട്ട് ഒരു സസ്പെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബ്രേക്ക് ചെയ്തു, ഒരു ബ്രേക്ക് കൊടുത്തു. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ VS എന്നോട് ഖേദപ്രകടനം നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തു. അന്ന് ഫേസ്ബുക്കിൽ ഇത് വന്നപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തു. VSന്റെ ഈ ഗ്യാപ്പിൽ, ഈ ബ്രേക്കിൽ ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കി അങ്ങനെ VS ഖേദം പ്രകടിപ്പിച്ചാൽ അങ്ങനെയല്ല. ഇതുപോലെ വയറ് നിറച്ച് വേറെ ഏതെങ്കിലും അവസരത്തിൽ ധാരാളം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയതിൽ ഏറ്റവും രൂക്ഷം ഇതാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗെറ്റ് ഔട്ട് അടിച്ചു. ക്യാമറയൊക്കെ എടുത്ത് അല്ല, KK രമയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. പുറത്താക്കി. അദ്ദേഹത്തിന് പോലീസ് വന്നു, ക്യാമറയെല്ലാം എടുത്ത് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോയി. പിന്നീട് അതിൽ എഡിറ്റർ ഇടപെടുകയും അതിനുശേഷം പിന്നീട് ആ ഇന്റർവ്യൂ തുടരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ടുണ്ടാക്കും. അല്ല, ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ ഉറപ്പാണ്. ഇതേക്കുറിച്ച് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു സാക്ഷിയാണ് ഞാൻ. കാരണം കൗമുദി TVക്ക് അനുവദിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ആ സമയം അല്ല, ഞാൻ ഇറങ്ങുമ്പോ പുറത്ത് നിൽക്കാണ് ഇന്റർവ്യൂ ചെയ്യാൻ. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് ശരിയായില്ല. അല്ല, ഗോപികൃഷ്ണൻ ഇറങ്ങാൻ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് കയറുന്നു. അല്ലല്ല, യഥാർത്ഥത്തിൽ എനിക്ക് അനുവദിച്ച ഇന്റർവ്യൂ ആ സമയത്ത് ഗോപി വന്ന് കയറുകയായിരുന്നു. ഗോപിയുടെ മികവിൽ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി. അത് ഗോപി ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ചൂടായി. ഞാൻ ഇടയ്ക്ക് ചൂടാവും. വളരെ ചുരുക്കം. അപ്പൊ ഞാൻ സാധാരണ പിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലേ കൂലിക്ക് ആളെ വെച്ച് അപ്പൊ അവസാനം VSന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, VS എന്താണ് ഇങ്ങനെ കാണിച്ച്, എനിക്ക് തന്ന സമയമാണല്ലോ. അപ്പൊ ഗോപി വളരെ ഇതായിട്ട് എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് പോയി.
അപ്പൊ വി എസ് ഇതിനിടയ്ക്ക് അല്ല ജെയിംസ് അവിടെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നാണ്. ഗോപി ഇപ്പൊ ഒരു വാദം നടത്തിയല്ലോ. അതായത് അത് കഴിഞ്ഞിട്ട് വി എസ് സർവ്വ അപരാധങ്ങൾ യഥാർത്ഥത്തിൽ ഗോപി പറഞ്ഞാണ് ശരി. യഥാർത്ഥത്തിൽ വി എസ് ഇതുകൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഗോപിയോട് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു. അല്ല, ഗോപിയുടെ ഈ ചോദ്യങ്ങളുടെ കൂരം പേറ്റി പെടഞ്ഞ ചില ആൾക്കാർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കും. അവരിപ്പോ പറയുന്നത് അത് തന്നെ വേണം. അല്ല, ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇതുകൂടി പറയുമ്പോ വി എസിനോട് ആദ്യമായിട്ട് സൂര്യ ടി വിയിൽ കൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. വി എസ് ഒരു സ്റ്റാലിനിസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. വെട്ടി നിറത്തിലാണ് വി എസിന്റെ സ്വഭാവം എന്ന് പറയുന്നു. വി എസ് 2 മിനിറ്റ് ഇത് ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞു. അവസാനം ടി വി കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു, പി ആ ചോദ്യം വേണ്ടായിരുന്നു എന്നൊരു പറഞ്ഞു. കാരണം സ്റ്റാലിനിസ്റ്റ് അന്ന് വി എസിന്റെ മുഖത്ത് നോക്കി ആരും ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് വി എസിന് അത് തൊട്ടടുത്തായിരുന്നു. പക്ഷെ എന്നോടൊരു എന്തോ വാത്സല്യം കൊണ്ട് എന്നോട് അന്ന് പുള്ളി ചൂടായില്ല. പക്ഷേ അതിനാണ് ഈ പറയുന്ന പോലെ മികച്ച ഇന്റർവ്യൂക്കുള്ള ഒരു 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ അവാർഡ് നിർത്തി വെക്കാൻ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ KR ഗോപികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് അതിന് ഇടേണ്ടി വരും. അപ്പൊ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് താങ്കൾക്കൊരു ദുരനുഭവം ഉണ്ടായല്ലോ. ചെറിയ അബദ്ധം പറ്റി. എന്തായിരുന്നു? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പറയണം അദ്ദേഹത്തിന്റെ പേര് പറയണ്ട. പേര് പറയണ്ട. എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ പരിപാടി ഞാൻ തുടക്കം മുതൽ ഞാൻ തന്നെയാണ് അതിന്റെ ബീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ യോഗം മുതൽ എന്റെ ബീറ്റ് നോക്കി വന്ന ഞാനാണ്. അപ്പോൾ എന്നിട്ട് നേരിട്ട് അറിയാവുന്ന രീതിയിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം മുഖ്യമന്ത്രി ആവുന്നു, വലിയ തിരക്ക്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഞാൻ മൈക്കോട്ട് അടുത്ത് പോയി. അപ്പോൾ നാഷണൽ ലെവലിൽ തന്നെ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് 4 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കിട്ടി വെച്ചപ്പോഴത്തെ ക്യാമറ എടാ അതിന്റെ ഓഡിയോ ഇല്ല അതിനൊന്ന് അങ്ങ് തകർന്നു പോയി. അരവിന്ദ് വേറെ വഴിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും നഷ്ടമായിട്ട് മനസ്സിലുണ്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ. അത് അല്ലാതെ വിജയകുമാർ എന്തെങ്കിലും അനുഭവം കിട്ടിയോ? റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. അല്ല, മുൻ മുഖ്യമന്ത്രി എന്ന കെ കരുണാകരൻ വന്ന് ഓടിച്ചെന്ന് കേട്ടു. അത് ഞാൻ തന്നെ ഓടിച്ചത് മാത്രമല്ല, ഒരു വടിയും കൊണ്ട് ആസനത്തിന് അടിയും കൊടുത്തു വിട്ടു. ഞാനൊരു ദിവസം ഞാനിങ്ങനെ എന്റെ ഓർമ്മക്കുറിപ്പുകൾ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് എഴുതുക, ഒരിക്കൽ ഈ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി പുതിയ പാർട്ടി ഉണ്ടാക്കി അത് ഇടതു മുന്നണിയുടെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് അപ്പൊ CPI അതിനെതിരായിരുന്നു. അന്ന് ഈ CPI നിരന്തരമായി കരുണാകരനെ വിമർശിക്കും. അപ്പോൾ ആ കാര്യം കരുണാകരനോട് ചോദിച്ചതാണ്. അതൊരു വലിയ ആൾക്കൂട്ടം, പറവൂർ ഒരു വലിയ ആൾക്കൂട്ടത്തിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ മാധ്യമപ്രവർത്തകർ ആരുമില്ല. ഞാൻ ഇന്ത്യ വിഷന് ജോലി ചെയ്യുമ്പോഴാണ് കെ കരുണാകരൻ ലീഡർ അന്നേരം നിനക്ക് വേറൊന്നും കണ്ടില്ല, ഇന്നൊന്നും കിട്ടിയില്ലടാ എന്ന് ചോദിച്ചിട്ട് ഡോറ് തുറന്നിങ്ങനെ ഇറങ്ങിയിട്ട് 2 ചുവട് മുന്നോട്ട് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അദ്ദേഹം അടിച്ചു എന്ന്. പക്ഷേ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ടായിരിക്കും. ഞാൻ ഒരു ട്രെയിനി ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ SK നേരത്തെ പറഞ്ഞ പോലെ മുഖമൊക്കെ ചുമന്ന് കരച്ചിലിൻ്റെ വക്കോളം എത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ ഷിബു ഇപ്പോൾ മനോരമയിലുണ്ട്. ഷിബു സിയൽ എന്നെ അവിടെ നിന്ന് ദൂരെ മാറ്റിക്കൊണ്ടുപോയി. അന്ന് രാത്രി കെ കരുണാകരൻ്റെ അടുത്ത അനുയായി ഒരു മമ്മൂട്ടി മാഷ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന മുഹമ്മദ് കുട്ടി മാഷ് രാത്രി എന്നെ വിളിച്ചിട്ട് ലീഡർ അതിൽ നിന്നോട് ദേഷ്യപ്പെട്ടതിൽ പിന്നീട് വിഷമം പ്രകടിപ്പിച്ചു. ഏത് സ്ഥാപനത്തിൽ നിന്നായിരുന്നു വന്ന, അയാൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു, ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു, ലീഡറിന്റെ ഒരു ഓർമ്മ ദിവസം. ഒരു കാര്യം നമുക്കൊരു ഓർമ്മ പുതുക്കി നന്നായി, ഇനിയും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവസരം വിനിയോഗിക്കട്ടെ. മാത്രമല്ല അത്തരം അനുഭവങ്ങളൊക്കെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പ്രക്ഷേപകന്റെ ജീവിതത്തിലെ ഏറ്റവും നാഴികക്കല്ലാണ്. ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 24 മിനിറ്റ് ആകുമ്പോൾ അന്ന് നമ്മൾ തമ്മിൽ അവസാനിപ്പിക്കണം. അപ്പോൾ പ്രൊഡ്യൂസർ സമ്മർദ്ദം ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരോട് ഞാൻ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. AK ആൻ്റണി തൊട്ടടുത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുണുക്കാന്നൊരു മ്യൂസിക് കൂട്ടി ഇയാൾക്ക് ഗുട്ടുകയും പറഞ്ഞങ്ങ് പോയാൽ മതി. ഞാൻ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്, എനിക്ക് പലതും സംസാരിക്കാനുണ്ട്. 7 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു, അതിൽ 6 മിനിറ്റ് എന്നെ ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് ഏഷ്യാനെറ്റിലെ വളരെ ഉയരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ശ്രീകണ്ഠൻ നായർ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തിപരമായ വിനാശം ഇതിൽ നിന്നുണ്ടാകും, വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ ഒരക്ഷരം പോലും നമ്മൾ എഡിറ്റ് ചെയ്ത് കളയരുത്, പറയുന്നത് EK നായനാരാ, കേൾക്കുന്നത് ഞാനും. അപ്പോൾ എൻ്റെ മുഖമൊക്കെ മഞ്ഞളിച്ച് ചീത്തയായതൊക്കെ നല്ല ക്ലോസ് ഷോട്ടിൽ അന്ന് കേരളത്തിലെ പ്രേക്ഷകർ കണ്ടു, അവർ ആസ്വദിച്ചു. താങ്ക് യു. അത് ചിലപ്പോൾ ഏഷ്യാനെറ്റ് ലൈബ്രറിയിൽ ഉണ്ടാകും, ചോദിക്കാം. മാത്രമല്ല അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓസ്കാറായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ലെങ്തിൽ തെറിയ എനിക്ക് ആരെങ്കിലും ഇത് കിട്ടിയിട്ടില്ല. കാരണം EK നായന പിന്നീട് അത് എന്നോട് വളരെ ലോഹ്യമായി എന്നോട് പറഞ്ഞു, ഒരിക്കൽ ആലുവ പാലസ് വെച്ചിട്ട് പറഞ്ഞു, ഇടൂ
നമ്മുടെ രണ്ടുപേരുടെയും പരിപാടിയാണ് ഒരുപാട് പേര് കാണുന്നത്. കാര്യം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ള പരിപാടി ഏഷ്യാനിൽ ചെയ്യുന്ന കാലമായിരുന്നു. അപ്പോൾ അത് മാധ്യമപ്രവർത്തകരൊക്കെ ചീത്തോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു ഞാനെന്ന് ഒരുപാട് പറഞ്ഞു തന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറ്റിയില്ല, കുറച്ച് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങ് ചിരിച്ചു. പിന്നെ അദ്ദേഹത്തിന് അതിൽ വിജയം പറഞ്ഞതിൽ വിഷമമുണ്ടായി. കാര്യം അത് ഇ കെ നായൻ ആയതുകൊണ്ട് നമ്മളത് വലിയൊരു സർട്ടിഫിക്കറ്റായി കാണുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഓസ്കാറാണ് ഒരു പ്രക്ഷേപകന്. 7 മിനിറ്റ് ദൈർഘ്യത്തിൽ ഒരു ഓസ്കാർ. വിഷ്വല് മേടിച്ചു വെക്കണം. അത് പി പിക്ക് ഞാൻ രഹസ്യമായിട്ട് തരാം. ഓക്കെ.